എടാ നിന്റെ പുതിയ ഓഫീസേ ഇപ്പോൾ phase 1 സ്റ്റാർട്ട് ചെയ്താലും അതല്ല ടെക്നോ പാർക്കിന്റെ phase 4 സ്റ്റാർട്ട് ചെയ്താലും ഇവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ എളുപ്പമായിരിക്കും. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം 13ഓളം വില്ലാസ് ഉണ്ട്. എല്ലാ വില്ലാസും സോൾഡ് ഔട്ട് ആണ്. ഇതൊന്ന് മാത്രമേ നമുക്ക് പണി തീർത്തത് ഇനി ഇത് വിൽപ്പനയ്ക്കായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സോൾഡ് ഔട്ട് ആണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പോത്തങ്കോട് ജംഗ്ഷൻ അടുത്തായിട്ടാണുള്ളത്. പോത്തങ്കോട് പഞ്ചായത്ത് ഓഫീസിന് നേരെ എതിർവശം ഒരു 100 മീറ്റർ വരുമ്പോൾ ഇടത്തോട്ടുള്ള വഴി കാണാം. ഇതാ ഇതുപോലെ നല്ല വീതിയുള്ള റോഡാണ്. ആ റോഡ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള വില്ലാസ് ആണ്. എല്ലാം ടെക്കീസാണ്. കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതാണ് അതിൻ്റെ ഒരു കാര്യം. നമുക്കിവിടെ നിന്ന് ടെക്നോ പാർക്കിന്റെ ആദ്യത്തെ ഫേസുകളായാലും phase 1 ഈസി ആക്സസ് ആണ്. അതായത് പോത്തങ്കോട് മംഗലപുരം റോഡിൽ പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ എതിർവശം കാണുന്ന വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഒരു 250 മീറ്ററിനകത്ത് ഡിസ്റ്റൻസേ ഉള്ളൂ. നടന്നു കയറാം. ആ രീതിയിൽ 5 സെന്റ് സ്ഥലത്ത് നമുക്ക് 2000 സ്ക്വയർ ഫീറ്റിലെ ഒരു 4 ബെഡ്റൂം വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. മുൻവശമൊക്കെ നോക്കി നല്ല രസമല്ലേ. നമുക്ക് ഒരു 2-3 വണ്ടികൾ നമ്മുടെ മുൻവശത്ത് പാർക്ക് ചെയ്യാം. വീടിന്റെ ഡിസൈനും നല്ലൊരു നമുക്കൊരു അറബിക് തീമാണെന്നുണ്ട് കേട്ടോ. ആ ഒരു എക്സ്റ്റീരിയർ എലിവേഷൻ നോക്കിയാൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സൺഷെയ്ഡിലൊക്കെ ഇങ്ങനെ ഒരു തട്ട് കണക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ടുള്ള ഒരു എലിവേഷൻ തരുന്നുണ്ട്. ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് നിന്ന് നമുക്ക് അകത്തേക്ക് കയറാം. നമുക്ക് വീണ്ടും മുൻവശം ഇങ്ങനെ ഒരു വരാന്തയിൽ നിന്നാണ് അകത്തേക്ക് എൻട്രി വരുന്നത്. ഇതെല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. തുറക്കുമ്പോൾ നോക്കി ഇങ്ങനെ 2 പാളികളിലായിട്ട് തുറന്നു കയറാം. ഇവിടെ ആയിട്ട് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു എൽ ഷേപ്പിൽ ഒരു സോഫയൊക്കെ അറേഞ്ച് ചെയ്താൽ നീറ്റ് ആയിരിക്കും. അതുപോലെ ഇവിടെ ആയിട്ട് ഡൈനിങ് സ്പേസ്. അതുപോലെ ഇതിന്റെ അടിയിൽ നോക്കി നല്ലൊരു സ്പേസ്. അവിടെ വേണമെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. ആ ജനല് തുറന്നിട്ട് കഴിഞ്ഞാൽ അവിടെ നല്ലതുപോലെ കാറ്റ് കിട്ടും. വർക്ക് ചെയ്യണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് വൈബ് കിട്ടും. അതെ. ഇത് നമ്മുടെ കിച്ചണാണ്. ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. നല്ലൊരു കളർ തീമിൽ ഇങ്ങനെ ഒരു ഡ്യുവൽ ടോണിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് ചിമ്മിനി എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് യാർഡ് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം. മീൻ കഴുകല പരിപാടിയൊക്കെ ഇവിടെ നടക്കും. അടിയിലും കുറച്ച് സ്പേസ് അത് നമ്മുടെ ഗ്യാസ് വെക്കാനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. കിണറുണ്ട്. ആ അറ്റത്തായിട്ട് തുണി നനയ്ക്കാനുള്ള സൗകര്യം. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ഉണ്ട്. 2 റൂമുകളിലും നമുക്ക് താഴത്തെ 2 റൂമുകളിലും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു മിറർ സ്ഥാപിച്ചിട്ടുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ എൻട്രി വരുന്ന രീതിയിലാണ് അടുത്തൊരു റൂം. ഇതും സെയിം ആണ്. അത് അതേ കണക്ക് കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സിമിലർ ആണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. ഇതൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ടോ ലിവിംഗ് ഏരിയ ആയിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം. 2 ബെഡ്റൂംസ് തന്നെയാണുള്ളത്. രണ്ടിലും സെയിം ആണ്. അതേ കണക്ക് തന്നെയാണ്. അതേ ലേഔട്ടിലും ബെഡ്റൂമിന്റെ സ്പേസ് സെയിം ആണ്. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇതേ കണക്ക് തന്നെ നമുക്ക് ആ ഭാഗത്ത് അടുത്തൊരു ബെഡ്റൂം കാണാം. അത് ഇതേ ബാത്റൂം എല്ലാം സെയിം ആണ്. വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേ കണക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഇതിന്റെ അടിയിൽ തന്നെ വെക്കാം. സ്റ്റെയറിന്റെ അടിയിൽ തന്നെ നനയാണ്ടിരുന്നോളൂ. ഇത് ടെറസിലേക്ക് പോകുന്ന എൻട്രൻസ്. അതെ. അവിടെ നിന്ന് നമുക്ക് ടെറസിലേക്കുള്ള സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുൻവശത്ത് നമുക്കൊരു ബാൽക്കണി സ്പേസ് കിട്ടുമേ. ഇതെങ്ങനെയാ വെച്ചാൽ ഭയങ്കര ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ്. നമുക്ക് ഇവിടെ നിന്ന് പോത്തങ്കോട് തൊട്ടടുത്താണ്. പോത്തങ്കോട് ജംഗ്ഷനിലേക്ക് നമുക്ക് 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ പോത്തങ്കോട് ജംഗ്ഷനിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പോത്തങ്കോട് പോയാൽ മതി. ഇനി അതല്ല ജോലിക്ക് പോകാനായിട്ട് ഈ പറഞ്ഞ പോലെ മംഗലപുരം നമുക്ക് NH കയറാനായിട്ട് വളരെ എളുപ്പമാണ്. ഇവിടെ നിന്ന് ഒരു 5-6 മിനിറ്റ് ഡ്രൈവിലൂടെ വേണമെങ്കിൽ എത്താം. കാരണം അത്രയും നല്ല വീതിയുള്ള റോഡാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇതുപോലെ കവേർഡാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാം. കുട്ടികളൊക്കെ നിൽക്കുവാണെങ്കിലും വീഴത്ത് തട്ടത്തോ ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അപ്പൊ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. അത് നേരിട്ട് ഇതിന്റെ ഉടമയായിട്ട് 5 സെന്റ് 2000 സ്ക്വയർ ഫീറ്റ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം.